ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഒരു FB പോസ്റ്റ് ഇട്ടിരുന്നു. അത് KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇട്ടിരുന്നത്. അങ്ങ് നേരത്തെ ഇക്കാര്യത്തിൽ മറുപടി നൽകിയതാണ്. അതായത് മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ളവർ പലരുണ്ട്, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന്. കെ സുധാകരൻ്റെ ഒരു FB പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നത് അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. അദ്ദേഹം ആദ്യം ഒരാളെ പിന്തുണയ്ക്കുന്നു, പിന്നീട് KCയെ പിന്തുണയ്ക്കുന്നു. അതൊക്കെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. പ്രധാനമന്ത്രിയെ പോലെ പ്രവീണും ഒരു ബുദ്ധിശാലിയാണ്. എന്നാന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാൽ മറ്റേ ചോദ്യം നേരത്തെ ചോദിച്ചത് ഇപ്പോൾ എനിക്ക് പിടികിട്ടി. ഈ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നതിന് കോൺഗ്രസ് ഒരു നടപടിക്രമമുണ്ട്, ഹൈക്കമാൻഡോട് ഉൾപ്പെട്ട ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം അനുസരിച്ച് ആര് മുഖ്യമന്ത്രിയായാലും എനിക്കൊരു പരാതിയില്ല, ഞാൻ സ്വാഗതം ചെയ്യും. ഇപ്പോൾ 3 പേരുടെ പേരുകളാണ് സജീവമായിട്ട് ചർച്ചയിലുള്ളത്. അതിപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നുണ്ട് ഇനി ആരും അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊന്നും നടത്തേണ്ട, തെരഞ്ഞെടുപ്പ് ബലമൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പൊതു സമൂഹ മധ്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് കോൺഗ്രസിന് ക്ഷീണമല്ലേ? അല്ല, അങ്ങനൊരു ചർച്ചയുടെ ആവശ്യം ഇല്ല, അങ്ങനൊരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോൺഗ്രസ് ഒരു നടപടിക്രമമുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്, അതനുസരിച്ച് നടക്കും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. ഇങ്ങനൊരു ചർച്ച അനാവശ്യവുമാണ്. കാര്യം ചാനലുകാരും സോഷ്യൽ മീഡിയക്കാരുമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ഹൈക്കമാൻഡും MLA മാരും അവർ തീരുമാനിച്ചോളും. അവരാരെ തീരുമാനിച്ചാലും സ്വീകാര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഓരോ MP മാരും വളരെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. അതായത് ഇപ്പോൾ ലോക്സഭയിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള വിഷയത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഒരു MP ആ സ്ഥാനം രാജിവെച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല, ഞാനൊരു അഭിപ്രായവും പറയുന്നില്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നു, ഹൈക്കമാൻഡും MLA മാരും കൂടെ ഉള്ള ഒരു സിസ്റ്റമാണ് കോൺഗ്രസിനുള്ളത്. അവരെന്ത് തീരുമാനം എടുക്കുന്നു അതിനോടൊപ്പം ഞാനെന്ന് പറഞ്ഞു, വേറെ ഒരു അഭിപ്രായവും എനിക്കില്ല. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ കോൺഗ്രസിൻ്റെ നിലപാടാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്ദേശം യഥാർത്ഥ വനിതാ സംവരണമല്ല, മറിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്യാമ്പയിൻ വിഷയമായി ഇതെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് NDA സർക്കാരിനുള്ളത് എന്നാണ് PJ കുര്യൻ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഭൂരിപക്ഷം അവിടെ കിട്ടാനുള്ള ക്യാമ്പയിൻ തന്നെയല്ല, അവർക്ക് സ്വാധീനമുള്ള സ്റ്റേറ്റുകളിൽ MP മാരുടെ എണ്ണം ആനുപാതികം വർദ്ധിപ്പിച്ച് അവിടെ കൊണ്ട് ഭൂരിപക്ഷം ഉറപ്പിക്കുക, അത്തരം ലക്ഷ്യമാണ്.